സെൽഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യന്മാരും അവരവരുടെ മൈൻഡും ബോഡിയും എല്ലാം ടേക്ക് കെയർ ചെയ്യണം. പക്ഷേ ഒരു തെറപ്പിസ്റ്റിന്റെ ജോലിയിൽ എന്തുകൊണ്ടാണ് സെൽഫ് കെയർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഒരൊറ്റ റീസൺ ഉള്ളൂ. നമ്മളെ എത്രത്തോളം കെയർ ചെയ്യുന്നോ, നമ്മൾ നമ്മുടെ ബോഡിയും മൈൻഡും എത്രത്തോളം ആക്റ്റീവ് ആക്കി വെക്കുന്നോ, അത്രയും എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ ക്ലയൻസിന് കൊടുക്കുന്ന സർവീസ്. നമ്മൾ ഡീൽ ചെയ്യുന്നത് മനുഷ്യന്മാരുടെ മനസ്സും അവരുടെ ജീവിതവും വെച്ചാ. സോ അതിൽ നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല അല്ലേ? സോ ബീയിങ് എ സൈക്കോളജിസ്റ്റ് എങ്ങനെയാണ് നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ എം അഷിത നവാദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം നമ്മൾ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മുടെ ജോബിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ചാൻസ് ഉള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കമ്പാഷൻ ഫറ്റീഗ് ആൻഡ് വൈക്കേരിയസ് ട്രോമ. കമ്പാഷൻ ഫറ്റീഗിനെ പറ്റി നമ്മൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരുപാട് എംപത്തറ്റിക് ആവുമ്പോൾ, നമ്മൾ ഒരുപാട് പേരെ കേട്ടിരിക്കുമ്പോൾ, അവർക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള പോസിറ്റീവ് റിഗാർഡ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇമോഷണലി ഉണ്ടാവുന്ന അല്ലെങ്കിൽ മെന്റലി നമുക്ക് ഉണ്ടാവുന്ന ഒരു ബേൺ ഔട്ട് ആണ് കമ്പാഷൻ ഫറ്റീഗ്. അതുപോലെ തന്നെ നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തൊരു ടോപ്പിക്കാണ് വൈക്കേരിയസ് ട്രോമ. വൈക്കേരിയസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഒബ്സർവേഷൻ. നമ്മൾ ക്ലയൻസിന്റെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസിനെ പറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവുമ്പോൾ ചില സിറ്റുവേഷനിൽ ഇത് നമ്മളെ സബ് കോൺഷ്യസ്ലി അഫക്റ്റ് ചെയ്യും. സോ നമ്മൾ നമ്മുടെ ലൈഫിനെ ചില സിറ്റുവേഷൻസിൽ അങ്ങനെ പ്രോസസ്സ് ചെയ്യാനും അങ്ങനെ കാണാനും തുടങ്ങും. നമ്മൾ ഭയങ്കര നെഗറ്റീവ് വ്യൂയോടുകൂടി വേൾഡിനെ വ്യൂ ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഉറക്കം ഇല്ലാണ്ടാവും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കര വലിയ ഓവർ തിങ്കേഴ്സ് ആവും. ഇതാണ് വൈക്കേരിയസ് ട്രോമ. ഈ രണ്ട് കണ്ടീഷൻസും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെൽഫ് കെയറിൽ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നതും ബബിൾ ബാത്സും മാത്രം ഉണ്ടായാൽ പോരാ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും എങ്ങനെ നമ്മൾ നമ്മുടെ ഇമോഷനെ ടേക്ക് കെയർ ചെയ്യുന്നു, എങ്ങനെ നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യുന്നു, അതിനുവേണ്ടി ആക്റ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ എൻഗേജ് ആവുന്നു എന്നെല്ലാം നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്തിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മനുഷ്യന്മാരും എടുക്കേണ്ട സെൽഫ് കെയർ ടിപ്സ് പോലെ ഒരു സൈക്കോളജിസ്റ്റും എടുത്തിരിക്കേണ്ട കുറച്ച് സെൽഫ് കെയർ ടിപ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ നമ്മളെ പ്രൊഫഷണലി ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പേഴ്സണലി നമുക്കുള്ളൊരു വെന്റ് ഔട്ട് സ്പേസ് ആയിട്ടും നമുക്ക് പ്രൊഫഷണലി ഉള്ള ലിമിറ്റേഷൻസിനെ പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടും നമുക്ക് സൂപ്പർവിഷനെ മാറ്റാൻ പറ്റും. അവിടെ നമുക്ക് വൾണറബിൾ ആവാനും നമ്മുടെ സൂപ്പർവൈസറിന്റെ അടുത്ത് എനിക്കിത് അറിയില്ല, ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാനുള്ളൊരു സ്പേസാണ്. അത് നമ്മുടെ സെൽഫ് കെയറിനെ ഒരുപാട് രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ സൂപ്പർവിഷൻ എല്ലാവരും മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അതിലൊരിക്കലും ഒരു മടിയോ ഞാനൊരു ചെറിയ മനുഷ്യനാവുന്നുണ്ടോ, എനിക്കിവിടെ അധികം നോളജ് ഇല്ല എന്നുള്ള കാര്യം എക്സ്പോസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഓർക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നമുക്ക് എപ്പോഴും നല്ലത്. അടുത്തൊരു കാര്യമാണ് എല്ലാ മനുഷ്യന്മാരെയും പോലെ തന്നെ തെറപ്പിസ്റ്റിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഉറക്കം. ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ അതൊരു മനുഷ്യന്റെ ജഡ്ജ്മെന്റിനെ തീർച്ചയായിട്ടും ബാധിക്കും. ആൻഡ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് മനുഷ്യന്മാരുടെ ജീവിതവും അവരുടെ മനസ്സുകളും എല്ലാം ആണ്. സോ നമ്മുടെ ഉറക്കം കൃത്യമായിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ക്ലയൻസിന്റെ അടുത്ത് നമുക്ക് നമ്മുടെ 100% കൊടുക്കാൻ പറ്റില്ല. നമ്മളവിടെ ഫറ്റീഗ് ഉണ്ടാവും, നമ്മളവിടെ ക്ഷീണിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ സെഷന്റെ ഇടയിൽ ഉറക്കം വരും, നമ്മൾ കോട്ടുമായിട്ട് പോവും. ഇതൊക്കെ ആ ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യും. ക്ലയൻസ് നമുക്ക് വേണ്ടി തരുന്ന ആ ഒരു ടൈം, ക്ലയൻസ് അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ടൈമും ആ ഒരു മണിയും ഒക്കെ അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ എല്ലാ മനുഷ്യന്മാരെ പോലെ തന്നെ തെറപ്പിസ്റ്റും അവരുടെ ഉറക്കത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കൃത്യമായ സ്ലീപ്പ് സൈക്കിൾ ആണ് അവർക്കുള്ളതെന്ന് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അടുത്തൊരു കാര്യമാണ് ഫിസിക്കൽ മൂവ്മെന്റ്. നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ ക്ലയൻസിനോടും നമ്മൾ ഭയങ്കര ബേസിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണല്ലേ, ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ബോഡി മൂവ് ചെയ്യുക, എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുക. നമ്മളിത് എത്രത്തോളം ചെയ്യാറുണ്ട്? എസ്പെഷ്യലി ബീയിങ് എ സൈക്കോളജിസ്റ്റ് ഒരുപാട് നേരം ഇരുന്നിട്ടുള്ള ജോബും കൂടി ആവുന്നത് കൊണ്ട് കിട്ടുന്ന സമയത്തെല്ലാം ബോഡി മൂവ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കളയാണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ബോഡിക്ക് വേണ്ട ഫിസിക്കൽ എക്സസൈസ് കിട്ടുന്നുണ്ട് എന്നൊരു സൈക്കോളജിസ്റ്റ് മേക്ക് ഷുവർ ചെയ്യണം. ഭാവിയിൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മെന്റൽ ആസ് വെൽ ആസ് ഫിസിക്കൽ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അടുത്ത കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ് ബൗണ്ടറി സെറ്റിംഗ്. വീണ്ടും ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ്. ബൗണ്ടറീസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ അതൊരു തെറപ്പിസ്റ്റിന്റെ സെൽഫ് കെയറിനെ ഒരുപാട് രീതിയിൽ എഫക്റ്റ് ചെയ്യും.
നോ പറയേണ്ടടുത്ത് നോ പറയാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ക്ലയൻസിനെ അത് അഫക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അത് ഒരുപാട് രീതിയിൽ അഫക്റ്റ് ചെയ്യും. സോ ബൗണ്ടറി സെറ്റിംഗ് ഒരു പ്രശ്നമാണെന്നോ, ഞാൻ എൻ്റെ ക്ലയന്റിനെ ഒഫൻഡ് ചെയ്യുകയാണെന്നോ, ഞാനൊരു നോ പറഞ്ഞ് അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുമെന്നോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കപ്പ് ഫിൽഡ് അല്ലെങ്കിൽ നമുക്ക് അതൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബൗണ്ടറി സെറ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും സെഷൻസ് മാത്രം എടുത്താൽ പോരാണ്ട് വരും. നമ്മുടെ ജോബ് റോളിനനുസരിച്ച് വേറെയും ഡ്യൂട്ടീസ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതിൽ തന്നെ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഡോക്യുമെന്റേഷൻ ചെയ്യേണ്ടി വരും. നമുക്ക് ക്ലയൻസിന്റെ കാര്യങ്ങൾ കേട്ടിരുന്നാൽ മാത്രം പോരല്ലോ, അതിനെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. അവരെ നമുക്ക് വേറൊരു പ്രൊഫഷണലിന് റെഫർ ചെയ്യണമെങ്കിൽ ആ സമയത്ത് കൃത്യമായിട്ട് നോട്ട്സ് ഉണ്ടാക്കണം. സോ ഈ ജോബ്സ് ഒക്കെ ചില സമയത്ത് കുറച്ച് എക്സോസ്റ്റിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇരുന്നിട്ടുള്ള ജോബാണ്, ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ അത് നമുക്ക് ഭയങ്കര മടുപ്പുണ്ടാക്കാനും ഭയങ്കര ടയറിങ് ആവാനും ഉള്ള ചാൻസ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ ഗ്രൗണ്ടഡ് ആവാനും കൃത്യമായിട്ടുള്ള ബ്രേക്സ് എടുക്കാനും ഒരു സൈക്കോളജിസ്റ്റ് ശ്രദ്ധിച്ചിരിക്കണം. ഒരു ലോങ് ടേമിലേക്ക് ഒരു തെറപ്പിസ്റ്റിന് അവരുടെ സെൽഫ് കെയറിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതവരെ ലോങ് ടേമിലേക്ക് ഹെൽപ്പ് ചെയ്യും. എത്ര നാൾ അവരൊരു തെറപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നോ അത്രയും നാള് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ അവരുടെ സെൽഫ് കെയറിന് അത് ഭയങ്കര നല്ലതായിരിക്കും. അതിലൊന്നാമത്തേതാണ് പിയർ കൺസൾട്ടേഷൻ. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ചിട്ട് ഇപ്പോൾ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് അവരുടെ അടുത്ത് പ്രൊഫഷണൽ ഒപ്പീനിയൻസ് സീക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഡൗട്ട്സ് അവരോട് എക്സ്പ്രസ് ചെയ്യാം. അവരുടെ അടുത്ത് പറയാം, എടാ എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, നിനക്ക് എന്താ തോന്നുന്നത്, എന്താ നിന്റെ അഭിപ്രായം, ഈ സിറ്റുവേഷനിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ. ഈ ഒരു കാര്യം നമ്മൾ മാക്സിമം ലെവറേജ് ചെയ്യണം. ബിക്കോസ് വേറൊരാളുടെ ഒപ്പീനിയൻ കേൾക്കുന്നതും വേറൊരാളുടെ പേഴ്സ്പെക്റ്റീവ് കേൾക്കുന്നതും എപ്പോഴും നമ്മുടെ ആ ഒരു നോളജ് കുറച്ചും കൂടെ വൈഡൻ ആക്കാനും നമ്മൾ കാര്യങ്ങളെ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് കാണാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമ്മുടെ സെൽഫ് കെയറിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ പേഴ്സണൽ തെറപ്പി സെഷൻസ്. ഇത് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവരും തെറപ്പിക്ക് പോകണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ മാത്രമല്ല നിങ്ങൾ തെറപ്പിസ്റ്റിനെ കാണുന്നത് എന്നൊക്കെ. പക്ഷെ നമ്മളിൽ എത്ര പേര് ഇത് ചെയ്യാറുണ്ട്? ഞാനൊരു തെറപ്പി സീക്ക് ചെയ്യുന്ന തെറപ്പിസ്റ്റ് ആണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? നമ്മുടെ ജോബ് ഇത്രയും ഇമോഷണലി ഡിമാൻഡിങ് ആയതുകൊണ്ട് തന്നെ വൺസ് ഇൻ എ വൈൽ ഒന്ന് വെന്റ് ഔട്ട് ചെയ്യാൻ ഒരു കോൺഫിഡൻഷ്യൽ സ്പേസ് ഉള്ളത് എപ്പോഴും നല്ലതല്ലേ? ഇത് നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിനും വളരെ ഇമ്പോർട്ടൻ്റാണ്. മറ്റൊരു കാര്യമാണ് പ്രയോറിറ്റൈസിങ് അവർ ഹാപ്പിനെസ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇമോഷണലി വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ബിയോണ്ട് അവർ പ്രൊഫഷൻ നമുക്ക് എന്തൊക്കെ ഹാപ്പിനെസ് അക്വയർ ചെയ്യാൻ പറ്റുമോ അതിനുള്ള എല്ലാ ചാൻസസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ബിയോണ്ട് അവർ ജോബ് നമുക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്, എവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊന്ന് ജീവിക്കുന്നു എന്ന് തോന്നുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഉള്ളിലെ ആ ഒരു ഇന്നർ ചൈൽഡ് ഹാപ്പി ആവുന്നത്, ഇതൊക്കെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് അതിലേക്കൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആസ് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ആസ് എ തെറപ്പിസ്റ്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും. സോ മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെൽഫ് കെയറിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ ആസ് എ തെറപ്പിസ്റ്റ് നമുക്ക് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾസോ നിങ്ങൾക്ക് ഉണ്ടാകുന്ന തോട്ട്സും ഡൗട്ട്സും എല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.